ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് സുഹൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി കഅബ് ഇബ്നു സുഹൈർ എന്നവരുടെ പിതാവാണ്. ആ കാലഘട്ടത്തിലെ ഒരു പുരോഹിതനെ കാണുകയും ആ പുരോഹിതനുമായി പരിചയപ്പെടുകയും അവരെ ബൈഅത്ത് ചെയ്ത് അവരുടെ ഒരു പിൻഗാമിയായി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ആ പുരോഹിതൻ സുഹൈർ എന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങാനും ഇങ്ങനെ ഒരു നബി വരാനുണ്ട്, ആ നബിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ നബിയുമായി ബന്ധപ്പെടുകയും സഹായിക്കുകയും ചെയ്യണേ എന്നൊക്കെ ഈ പുരോഹിതൻ സുഹൈർ എന്നവരോട് പറഞ്ഞു. സുഹൈർ എന്നവർ പിന്നീട് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിലൂടെയാണ് ഈ പുരോഹിതൻ ഈ വിഷയം പറയുന്നത്. കണ്ട സ്വപ്നം ആകാശത്ത് നിന്ന് വലിയൊരു കയറ് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പലരും അത് പിടിച്ച് തൂങ്ങുന്നുണ്ട്. അത് പിടിക്കാൻ വേണ്ടി സുഹൈർ എന്നവർ നോക്കിയപ്പോഴേക്കും കയ്യിൽ പിടുത്തം കിട്ടാതെ ആ കയറ് മേപ്പോട്ട് പോയി, കിട്ടിയിട്ടില്ല. ആ വിഷയം ഈ പുരോഹിതനോട് പറഞ്ഞപ്പോഴാണ് പുരോഹിതൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു നബി വരും, നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ നബിയെ വേണ്ട രീതിയിൽ സഹായിക്കുകയും കൂടെ കൂടുകയും വേണം. സുഹൈർ എന്നവർ വഫാത്താകാൻ കിടക്കുമ്പോൾ മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കഅബടക്കമുള്ള മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വഫാത്തായാൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളെ കാലഘട്ടത്തിൽ എങ്ങാനും ആ മുഹമ്മദ് വരികയാണെങ്കിൽ കൂടെ കൂടണേ എന്ന് മക്കളോട് വസിയത്ത് ചെയ്തിട്ട് സുഹൈർ എന്നവർ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എതിർപക്ഷത്തുള്ള ഒരാളായിരുന്നു ഈ കഅബ് എന്നവർ കുറച്ചു കാലം. പിന്നീട് എന്തായി, സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം കഅബ് ഇബ്നു സുഹൈർ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ദീനിനെയും വല്ലാതെ ആക്ഷേപിച്ച ഒരാളായി ഈ കഅബ് എന്നവർ. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബിനെ നിങ്ങൾ എവിടെ കണ്ടാലും വധിച്ചു കളയണം. അത്രമേൽ ഇസ്ലാമിന് ഒരു ശത്രുവായി ജീവിച്ച ആളായിരുന്നു കഅബ് ഇബ്നു സുഹൈർ എന്നവരുടെ മകൻ. അങ്ങനെ പിന്നീട് കഅബിന് ബോധം വരികയും ഇസ്ലാമിൻ്റെ ആ വില മനസ്സിലാകുകയും റസൂലുള്ളാഹിനെ അംഗീകരിക്കണമെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായിയായി ജീവിക്കണമെന്ന് മനസ്സിലായപ്പോൾ കഅബ് ഇബ്നു സുഹൈർ എന്നവർ ഹബീബായ തങ്ങളെ പറ്റി നല്ലൊരു മദ്ഹ് ഉണ്ടാക്കി, നല്ലൊരു ബൈത്ത്. നിമിഷ കവിയാണ്, കവികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ്, ആക്ഷേപിച്ച് ഇസ്ലാമിനെ എതിരിലുണ്ടാക്കിയ ആളാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കഅബ് ഇബ്നു സുഹൈർ എന്നവർ പാട്ട് പാടുകയാണ്. ബാനത്ത് സ്വാദ എന്നൊരു കിതാബുണ്ട്. ഹബീബായ തങ്ങളെ മദ്ഹ് മാത്രമല്ല, ഈ കഅബ് എന്നവർ നബി തങ്ങളെ എതിർത്തു, അങ്ങനെ ഒരു ഇസ്ലാമിനെ ആക്ഷേപിച്ചു, വധിക്കണം എന്ന് വരെ പറഞ്ഞല്ലോ. ആ അവസ്ഥയിൽ നിന്ന് ഹബീബായ തങ്ങളോട് സ്നേഹം തോന്നി, ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ദീനിലേക്ക് വരുന്ന ഒരു രംഗാണ്. നബി തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ കഅബ് എന്നവരൊരു പാട്ട് പാടി, ബാനത്ത് സ്വാദ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെ പാടി വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വരിയുണ്ട്, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. പിന്നെ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? നബി തങ്ങളെ പറ്റി പറയട്ടോ സദസ്സിന്. നബി എന്ന് പറഞ്ഞാൽ ആരാ? ഈ വാളിന്റെ മൂർച്ചയുള്ള ഭാഗത്തിനൊരു തിളക്കം ഉണ്ടാവില്ല, ഇങ്ങനെ വാളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു തിളക്കം. ആ തിളക്കം പോലെ ഇന്ത്യൻ വാള്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാള്, അവിടുന്ന് പാടുന്നത് ഹബീബായ തങ്ങളെ സദസ്സിന്, ഇന്ത്യയിൽ നിന്ന് മുഹന്നദുൻ, ആ വാളിന്റെ മിനുക്കം പോലെ തിളങ്ങി നിൽക്കുന്ന ആദരവായ റസൂലുള്ളയാണ് എന്ന് ആ വരിയിൽ ഇങ്ങനെ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഹബീബായ തങ്ങളെ തോളിലുണ്ടായിരുന്ന ഷാൾ എടുത്തിട്ട് അണിയിച്ചു. ആരാ? അപ്പയാ നോക്കുമ്പോൾ മുഖം മൂടി മാറ്റിയപ്പോ ഇത് കഅബ് എന്നവരാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോ ആരോ പറഞ്ഞു, നബിയെ കഅബാൻ, വെട്ടട്ടെ അവന്. വേണ്ട, അവൻ വന്നത് തൗബ ചെയ്ത് തായിബൻ, പക്ഷാതപിച്ചുകൊണ്ട് വന്നതാ, ഒന്നും ചെയ്യാൻ പറ്റൂല. ക്ഷമാപണം പറഞ്ഞിട്ടല്ലേ വന്നത്, ആരങ്ങനെ വന്നാലും സ്വീകരിക്കണം. അതുകൊണ്ട് കഅബ് എന്നവരെ സ്വീകരിച്ചു, ഒരു ഷാൾ അണിയിച്ചു കൊടുത്തു. ഈ ഷാള് അന്നത്തെ മുതലാളിയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു കഅബ് എന്നവരോട് വെച്ചു, 10,000 സ്വർണം തരാം, സ്വർണ്ണ നാണയം 10,000 തരാം, തരുമോ? അപ്പോ ഈ കിട്ടിയ കഅബ് എന്നവർ പറയാം, റസൂലുള്ളാഹിന്റെ ശരീരവുമായി ഒട്ടിയ ഒരു മുണ്ടിന്, ഒരു ഷാളിന്
10,000 വില കൽപ്പിക്കേ, അതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല. കാബെന്നവർ കൊടുത്തില്ല. അങ്ങനെ വഫാത്താകുന്നത് വരെ ഹബീബായ തങ്ങളാ ഷാള് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു, ആദരവോടെ കൊണ്ട് നടന്നു. വഫാത്തായതിന് ശേഷം മുആവിയക്കാണെങ്കിൽ ഇത് കിട്ടാത്ത സങ്കടമുണ്ട്. കഅബ എന്നവർ വഫാത്തായതിനു ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഈ കഅബ എന്നവരുടെ കുടുംബക്കാരിലേക്ക് 20,000 കൊടുത്തയച്ചു. 20,000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എത്രയോ വില മതിക്കുന്ന ഒന്നാണ്. അപ്പോ ആ കൊടുത്തയച്ചിട്ട് ആ ഷാള് കൈപ്പറ്റി. ഹബീബായ തങ്ങളെ ശരീരത്തിൽ ഒട്ടിയവരും ഉണ്ടായതുകൊണ്ട് സ്വഹാബികൾ അതിനെ കൽപ്പിച്ച വില എത്ര വലുതാണ്. അതുകൊണ്ട് നമ്മൾ ആ കൽബിലും ഈ പ്രഭാതത്തിലും തുടർന്ന് നമ്മുടെ ജീവിതത്തിലും അടക്കാനക്കങ്ങളിലെല്ലാം ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവണം. ആ ആദരവും ആ ബഹുമാനവും ജീവിതത്തിലുടനീളം ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളെ ശഫാഅത്ത് ലഭിക്കുന്ന യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.